ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം ഇപ്പോഴും ശക്തമാണെന്ന് തെളിയിക്കുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒന്നാംഘട്ട പോളിംഗ് ശതമാനം നൽകുന്ന സൂചന. ജനാധിപത്യത്തിലും ജനപ്രതിനിധികളിലും അവർ ഇപ്പോഴും പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വാർത്തകൾ കാണാം. പ്രധാന വാർത്തകൾക്കു ശേഷം. തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മികച്ച പോളിംഗ്, വിജയം സുനിശ്ചിതമെന്ന് ഇടത് വലത് മുന്നണികളും ബിജെപിയും. അസുഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമിടയിൽ ലെപ്രസി ആശുപത്രി അന്തേവാസികളും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി. ആസ്വാദകരെ ആനന്ദലഹരിയിൽ ആറാടിച്ച് രസവികൽപ്പ നൃത്തോത്സവത്തിന് കോഴിക്കോട്ട് തുടക്കം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഉച്ചയോടെ പെയ്ത മഴ അല്പനേരത്തേക്ക് ജനങ്ങളെ വലച്ചെങ്കിലും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ തടസ്സമായില്ല. മണിക്കൂറുകളോളം കാത്തുനിന്നാണ് ചിലയിടങ്ങളിൽ വോട്ട് ചെയ്തത്. രാവിലെ തന്നെ നീണ്ട ക്യൂ ആയിരുന്നു പലയിടങ്ങളിലും ഉണ്ടായിരുന്നത്. ജില്ലയിലുണ്ടായ മികച്ച പോളിംഗ് സ്ഥാനാർത്ഥികൾക്കും പ്രതീക്ഷ നൽകുന്നു. രാവിലെ 7-ന് ആരംഭിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പിൽ ജില്ലയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രാവിലെ തന്നെ നീണ്ട ക്യൂ ആണ് പല പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള വിവരമനുസരിച്ച് സിറ്റി പോലീസ് പരിധിയിൽ 171 ബൂത്തുകളെ പ്രശ്നബാധിതമായി പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയ ബൂത്തുകളിൽ 48 എണ്ണത്തിൽ CCTV നിരീക്ഷണ സംവിധാനവും 18 ബൂത്തുകളിൽ പൂർണ്ണസമയ വീഡിയോ ചിത്രീകരണവുമാണ് ഏർപ്പെടുത്തിയിരുന്നത്. കർശന പരിശോധനയും സുരക്ഷാ മുൻകരുതലുമാണ് പോലീസ് സ്വീകരിച്ചത്. ജില്ലയിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലും വൻ തിരക്കാണ് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്നത്. രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പിൽ 8 മണിവരെ പോൾ ചെയ്യുന്ന വോട്ടിന്റെ ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കിയിരുന്നു. തുടർന്നുള്ള ഓരോ 2 മണിക്കൂറിലും പോളിംഗ് ശതമാനം അറിയാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു. മഴ അല്പമുണ്ടായിരുന്നെങ്കിലും കോഴിക്കോട് ജില്ലയിലെ വോട്ടിംഗ് പൊതുവെ ശാന്തപരമായിരുന്നു. ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് 1762 ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ 22,61,065 പേർ ഇന്ന് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. സമ്മതിദായകരിൽ 10,87,399 പേർ പുരുഷന്മാരും 11,73,662 പേർ സ്ത്രീകളുമാണ്. വോട്ടെടുപ്പിനായി 1,896 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയത്. രാവിലെ 7-ന് വോട്ടെടുപ്പ് ആരംഭിച്ച വോട്ടിംഗ് 5 മണിക്ക് അവസാനിച്ചു. തെരഞ്ഞെടുപ്പ് നടപടികൾക്കായി ജില്ലയിലാകെ 13,736 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇവർ ഞായറാഴ്ച രാവിലെയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള 20 വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി വൈകിട്ടോടെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും എത്തിയത്. 70 ഗ്രാമപഞ്ചായത്തുകളിലെ 1226 അംഗങ്ങൾ, 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 169 അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്തിലെ 27 അംഗങ്ങൾ, 7 മുനിസിപ്പാലിറ്റികളിലായി 265 അംഗങ്ങൾ, കോർപ്പറേഷനിലെ 75 അംഗങ്ങൾ എന്നിവരെയാണ് തിരഞ്ഞെടുക്കുക. ഈ സ്ഥാനങ്ങളിലേക്ക് 6,683 പേരാണ് മത്സരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് 4,702, ബ്ലോക്ക് പഞ്ചായത്ത് 1,273, ജില്ലാ പഞ്ചായത്ത് 127, മുനിസിപ്പാലിറ്റികൾ 884, കോർപ്പറേഷൻ 337 എന്നീ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വോട്ടർമാരിൽ ഗ്രാമപഞ്ചായത്തിൽ 15,68,626 പേരും മുനിസിപ്പാലിറ്റികളിലെ വോട്ടർമാരിൽ കൊയിലാണ്ടിയിൽ 54,449 പേരും വടകരയിൽ 55,229 പേരും പയ്യോളിയിൽ 35,310 പേരും രാമനാട്ടുകര 25,412 പേരും കൊടുവള്ളിയിൽ 32,152 പേരും മുക്കത്ത് 28,596 പേരും ഫറൂഖിൽ 38,380 പേരും
കോർപ്പറേഷൻ 4,22,911 പേരും വോട്ടർമാരാണ്. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 48 കേന്ദ്രങ്ങളിൽ വെബ്കാസ്റ്റിംഗും 18 കേന്ദ്രങ്ങളിൽ വീഡിയോഗ്രഫിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്ഥാനാർത്ഥികൾ 4,082 രൂപ അടച്ച് 21 കേന്ദ്രങ്ങളിൽ വീഡിയോഗ്രഫിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ 35 ഗ്രാമപഞ്ചായത്തുകളിൽ വനിതാ പ്രസിഡന്റുമാരുണ്ടാകും. ഇവരിൽ 3 പേർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു പട്ടികജാതി ഉൾപ്പെടെ 6 സ്ഥാനവും സ്ത്രീകൾക്കാണ്. വോട്ട് ചെയ്താൽ തിരിച്ചറിയാൻ വിരലിലെ മഷിയടയാളം ഉയർത്തി കാണിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ മഷി പുരട്ടാൻ വിരലുകൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? അസുഖം കാരണം വിരലുകൾ ദ്രവിച്ചുപോയ രോഗബാധിതരുടെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് നീളുകയാണ് ക്യാമറ കാഴ്ചകൾ. കോഴിക്കോട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. അവയവങ്ങൾ പലതും നഷ്ടമായെങ്കിലും ഇവർക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഒട്ടും ചോർന്നു പോകുന്നില്ല. രോഗവും പ്രായവും ശരീരത്തിനേൽപ്പിച്ച ആഘാതങ്ങൾ മറന്ന് ഇവർ ജനാധിപത്യത്തിന്റെ യുവത്വത്തിന് കരുത്തേകാൻ കൃത്യമായി പോളിംഗ് ബൂത്തിലെത്തുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത ചേവായൂർ ലെപ്രസി ഹോസ്പിറ്റലിലെ രോഗികളാണ് അവശതകൾ മറന്ന് ആശുപത്രി വളപ്പിൽ തന്നെയുള്ള പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുന്നത്. വോട്ടർമാരെല്ലാം നേതാക്കന്മാരും മറ്റെല്ലാം ഇവിടെ വരും. ഇന്നാളെന്ന് പറയുന്ന കേൾക്കും എന്നല്ലാതെ ഞാൻ വേറെ യാതൊന്നും അറിയില്ല. ഇവിടെ 10-15 കൊല്ലമായി ഇവിടെ വോട്ട് ചെയ്യുന്നത്. 10-15 വോട്ട് ഇവിടെ ചെയ്ത്. സ്ഥാനാർത്ഥികളൊന്നും പരിചയമില്ല. എന്നാലും ഇവിടെ വന്ന് കാണും. ഇന്നാളാന്നല്ല പറയുന്ന കേൾക്കാന്നല്ലാതെ എനിക്ക് യാതൊരു പരിചയമില്ല. കോഴിക്കോട് കോർപ്പറേഷനിലെ 21 നമ്പർ ബൂത്താണ് ലെപ്രസി ഹോസ്പിറ്റലിലെ ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ആശുപത്രിയിലെ അന്തേവാസികളായ 110 പേരാണ് ഇവിടത്തെ വോട്ടർമാർ. സമയം 10:30 പോളിംഗ് ഏതാണ്ട് 70% കടന്നിരുന്നു ഇവിടെ. വോട്ട് ചെയ്താൽ സാധാരണ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി തേക്കുന്നതാണ് നമ്മുടെ രീതി. എന്നാൽ ഈ ആശുപത്രിയിലെ പലർക്കും കൈകളിൽ വിരലുകളില്ല. ശരീരം ദ്രവിച്ചു തീരുന്ന കുഷ്ഠരോഗം ബാധിച്ച് അടർന്നുപോയ കൈപ്പത്തികളുമായി ഇവർ പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുന്നു. വിരലുകൾക്ക് പകരം മുഷ്ടിയിൽ മഷി തേക്കുന്നു. അതുവഴി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സമ്മതിദാന പ്രക്രിയയുടെ ഭാഗമാകുന്നു. NP ഷക്കീർ, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. ജില്ലയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും രാവിലെ തന്നെ ബൂത്തുകളിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പലരും കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് വോട്ടുകൾ ചെയ്യാനെത്തിയത്. മേയർ സ്ഥാനാർത്ഥികളായ VKC മുഹമ്മദ് കോയയും P സുരേഷ് ബാബുവും അതാത് കേന്ദ്രങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി. രാഷ്ട്രീയ നേതാക്കളും രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗപ്പെടുത്തി. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ തന്റെ കുടുംബത്തോടൊപ്പമാണ് കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് ചെയ്തത്. 7 മണിക്ക് തന്നെ ഇദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. സിവിൽ സ്റ്റേഷനിലെ മാതൃബന്ധു UP സ്കൂളിലെത്തിയാണ് MK രാഘവൻ MP വോട്ട് ചെയ്തത്. UDFന്റെ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കാനും അദ്ദേഹം മറന്നില്ല. രാവിലെ തന്നെയാണ് UDF മേയർ സ്ഥാനാർത്ഥി P സുരേഷ് ബാബുവും പോളിംഗ് ബൂത്തിലെത്തിയത്. ഇദ്ദേഹം കോട്ടൂളി വിദ്യാധിരാജ സ്കൂളിലെത്തിയാണ് വോട്ട് ചെയ്തത്. CPI നേതാവും മുൻ മന്ത്രിയുമായ ബിനോയ് വിശ്വം കോഴിക്കോട് ചിന്മയ സ്കൂളിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജനങ്ങളുടെ പിന്തുണയോടെ പൂർണ്ണ വിജയമുണ്ടാകുമെന്നാണ് ഇദ്ദേഹവും പങ്കുവച്ചത്. കൊയിലാണ്ടി നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. അതിരാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ടർമാർ എത്തിത്തുടങ്ങി. ചിലയിടങ്ങളിൽ വൈദ്യുതി നിലച്ചും യന്ത്ര തകരാറ് മൂലം വോട്ടിംഗ് വൈകിയതൊഴിച്ചാൽ മറ്റിടങ്ങളിൽ വോട്ടിംഗ് സുഗമമായി നടന്നു. 44 ഡിവിഷനുകളിലേക്കാണ് കൊയിലാണ്ടി നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 47 പോളിംഗ് കേന്ദ്രങ്ങളിൽ രാവിലെ 6:30 തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ വോട്ടർമാർ എത്തി. K ദാസൻ MLA പുളിയഞ്ചേരി ഗവൺമെന്റ് UP സ്കൂളിലും കവി മേലൂർ വാസുദേവൻ കുറവങ്ങാട് സൌത്ത് സ്കൂളിലും നഗരസഭാ ചെയർപേഴ്സൺ K ശാന്ത കൊയിലാണ്ടിയിലും ഗുരു ചേമഞ്ചേരി ചേലിയയിലും വോട്ട് ചെയ്തു. പുളിയഞ്ചേരി സ്കൂളിൽ 7ാം വാർഡിന്റെ ബൂത്തിൽ തെരഞ്ഞെടുപ്പ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 2 മണിക്കൂർ പോളിംഗ് നിർത്തിവച്ചു. കോരായിക്കടവ് സ്കൂളിലെ 4ാം വാർഡിലെ ബൂത്തിലും വൈദ്യുതി നിലച്ചതിനാൽ പോളിംഗ് തടസ്സപ്പെട്ടു. ഉച്ചവരെ 34.7% പോളിംഗ് നഗരസഭാ പരിധിയിൽ രേഖപ്പെടുത്തി. ഉച്ചയോടെ പെയ്ത മഴ പോളിംഗ് മന്ദഗതിയിലാക്കിയെങ്കിലും തുടർന്ന് പോളിംഗ് ശതമാനം വർദ്ധിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് ബൂത്തിലെത്തിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. സമ്പൂർണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിട്ട് മാറാൻ പോവുകയാണ്. എല്ലാ കുപ്രചരണങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് പരമ്പരാഗതമായിട്ട് ഇരു മുന്നണികൾക്കും വോട്ട് ചെയ്തിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ ഈ തവണ മാറി ചിന്തിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് BJP ഭരിച്ചിട്ടുള്ള പഞ്ചായത്തുകൾ ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിലെ നിരവധി ജില്ലകളിൽ BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഉണ്ടാവും. മുനിസിപ്പാലിറ്റികളിൽ BJPക്ക് ഭരണം ഉണ്ടാവും. ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും BJPയുടെ പ്രാതിനിധ്യം ഗണ്യമായിട്ട് വർദ്ധിക്കും. കോർപ്പറേഷനെ സംബന്ധിച്ചും ഞങ്ങൾ തിരുവനന്തപുരത്ത് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. ജനാധിപത്യം നമ്മുടെ രാജ്യത്തിന്റെ ജീവവായുവാണ്. അത് കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ് വോട്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് UDFന് ഒരു ആശങ്കയില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അത് പൂവണിയുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ UDF അധികാരത്തിൽ വരും. അതാണ് ട്രെൻഡ്. വളരെ വ്യാപകമായ ട്രെൻഡ് അതാണ്. കാരണം 40 വർഷം ഒരു പാർട്ടി ഭരിച്ചു. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഭരണപരമായ മാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്തവണ തീർച്ചയായും UDF കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കോഴിക്കോട്ടെ മുഴുവൻ. സംശയമില്ല. വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തില്ല. കാരണം ഞാൻ ഈ എല്ലാ പ്രദേശത്തും പോയ ആളാണ്. ആളുകളുമായി പൊതുവിൽ അതൊരു കക്ഷി രാഷ്ട്രീയത്തിലെ പ്രശ്നമല്ല, പൊതുവിലുള്ള ഒരു വികാരമാണ്. കാരണം 40 വർഷം ഭരിച്ച ഒരു പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരേണ്ടതില്ല എന്ന് ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു മനസ്സാണ് കാണാൻ കഴിയുന്നത്. LDF ഇവിടെ നേരത്തെ തന്നെ നമ്മൾ LDF ഒരു ജനങ്ങളോട് എന്താണ് വാർഡിൽ നിങ്ങൾക്ക് ഡിവിഷനിൽ വേണ്ടത്, കോർപ്പറേഷനിലെ പ്രവർത്തനം എന്തായിരിക്കണം എന്ന് അവരുടെ അഭിപ്രായം നേരത്തെ തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ച് പിന്നെ സെമിനാറും വിദഗ്ധന്മാരുടെ അഭിപ്രായമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളൊരു പ്രകടന പത്രിക തയ്യാറാക്കിയത്. ആ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മത്സരിക്കുന്നത്. അതിനിപ്പോൾ ഓരോ വാർഡിലെ കോർപ്പറേഷൻ്റെ മൊത്തമായിട്ട് കോഴിക്കോട് ഒരു സ്മാർട്ട് കോഴിക്കോട് ആക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നല്ല ധാരണയോട് കൂടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് പുറമെ ഓരോ ഡിവിഷനിലുമുള്ള പ്രത്യേക വിഷയങ്ങളും അതിലെടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കി വികസനത്തിന് വേണ്ടി ജനങ്ങളെ ഏകീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിലും കേരളത്തിൽ അത് ബീഫ് പോലുള്ള അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനമനസ്സുകളെ വളരെ വിഷലിപ്തമാക്കിയിരിക്കുന്നു. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ജനങ്ങളെ ഏകീകരിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കേണ്ടത്. മറിച്ച് അതിനെ പല തട്ടുകളിലാക്കിയിട്ട് തമ്മിലടിപ്പിച്ച് അത് മുതലെടുക്കാനുള്ള, ആ ചോര നക്കിക്കുടിക്കാനുള്ള ശ്രമം അത് ഒരിക്കലും അനുവദിക്കപ്പെടാൻ പോകുന്നില്ല. പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ തെളിയിക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കാൻ പോകുന്നത് BJPക്കാണ്. കാരണം പൊതുജനങ്ങളിൽ ഇറങ്ങിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഞാൻ 31-ാം തീയതി കോർപ്പറേഷന്റെ പടി ഇറങ്ങിയത്. അതിന്റെ ഫലം എന്തായാലും ഈ വോട്ടിങ്ങിൽ കാണാതിരിക്കില്ല. ജനങ്ങൾ അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യും. പിന്നെ അവർക്ക് ചിലപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ മനസ്സാക്ഷി അനുസരിച്ചാണ് ഓരോരുത്തർ വോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആരും അവരെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രബുദ്ധരാണ്. അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണം. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ
വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പള്ളിപ്പുറം സുനിലിന്റെയും ഭാര്യ പാരീസ് ലക്ഷ്മിയുടെയും വേഷപ്പകർച്ചയിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ രസവികൽപ്പ നൃത്തോത്സവത്തിന് ചാവറ കൾച്ചറൽ സെന്ററിൽ തുടക്കമായി. 10 ദിവസം നീളുന്ന നൃത്തോത്സവത്തിൽ കഥകളി, ഭരതനാട്യം, ഫ്യൂഷനാണ് സുനിലും ലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിച്ചത്. ആനന്ദസാഗരം സമ്മാനിച്ച അപൂർവ കലാവിരുന്നോടെ കേരള സാഹിത്യ നാടക അക്കാദമിയുടെ ഈ വർഷത്തെ നൃത്തോത്സവം രസവികൽപ്പം ആരംഭിച്ചു. പള്ളിപ്പുറം സുനിലും ഭാര്യയും വിദേശിയുമായ പാരീസ് ലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിച്ച കഥകളി, ഭരതനാട്യം സങ്കലനമായിരുന്നു ആദ്യ ദിവസം അരങ്ങേറിയത്. വന്ദന ശ്ലോകത്തിന് ചുവടുവെച്ച് ദമ്പതിമാർ സദസ്സിനെ വണങ്ങി പുഷ്പമർപ്പിച്ചു. തുടർന്ന് സഹകലാകാരന്മാരെ വണങ്ങി അനുഗ്രഹം തേടി. സംഗമം കൃഷ്ണമയം എന്ന ഫ്യൂഷനിൽ 5 സന്ദർഭങ്ങളാണ് കഥകളിയും ഭരതനാട്യവും ചേർന്ന് അവതരിപ്പിച്ചത്. കൃഷ്ണരാധാ സംഗമം ആദ്യം അരങ്ങിലെത്തി. കൃഷ്ണനായി കഥകളിയിൽ പള്ളിപ്പുറം സുനിലും രാധയായി ഭരതനാട്യത്തിൽ ലക്ഷ്മിയും അരങ്ങിലാടി. കൃഷ്ണന് വെണ്ണയും പാലും നൽകി സന്തോഷിപ്പിക്കുന്ന മാതാവിന്റെ സ്നേഹം കൂടി ഉൾക്കൊണ്ട പ്രാണപ്രിയ രാധയെ ലക്ഷ്മി ഭരതനാട്യത്തിൽ അവതരിപ്പിച്ചു സദസ്സിനെ അത്ഭുതപ്പെടുത്തി. ഫ്രാൻസുകാരി മരിയൻ സോഫിയ ലക്ഷ്മി പിന്നീട് ഇന്ത്യയുടെ മരുമകളായി വിഖ്യാത നർത്തകിയായ പാരീസ് ലക്ഷ്മിയായി മാറിയതിന് പിന്നിലെ പ്രതിഭയുടെ തിളക്കം സദസ്യർ നേരിട്ടറിഞ്ഞു. പിന്നീട് അർജുനനായും കുചേലനായും പാഞ്ചാലിയുമായും ഒക്കെ കൃഷ്ണനൊപ്പം ലക്ഷ്മി വേദിയിലെത്തി. രാസലീലയിൽ ഗോപികമാരായും ലക്ഷ്മി തന്റെ കഴിവ് തെളിയിച്ചു. കലാമണ്ഡലം രാജേഷ് ബാബു, കലാമണ്ഡലം ശ്രീജിത്ത്, കലാമണ്ഡലം വിനീത്, കലാനിലയം രതീഷ്, ഐമനം ചന്ദ്രകുമാർ, വൈക്കം ദിലീപ് ആർ, വിനോദ് ചന്ദ്രമേനോൻ എന്നിവരാണ് മറ്റു കലാകാരന്മാർ. നേരത്തെ നൃത്യാർപ്പണ ഡയറക്ടർ ഉദയകാന്ത് രസവികൽപ്പം ഉദ്ഘാടനം ചെയ്തു. ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പുഞ്ചായിൽ, ഭാരതീയം ഡയറക്ടർ ദീപ്തി പരോൾ, KN ശിവസ്വാമി, ആന്റണി പുലിക്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. നവോത്ഥാന നായകൻ അയ്യങ്കാളി നയിച്ച കാർഷിക വിപ്ലവ സമാപ്തി കൺവെൻഷനും അവാർഡ് ദാനവും കർഷക തൊഴിലാളികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ ജനപരിഷത്ത് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി കാർഷിക വിപ്ലവ സമാപ്തി കൺവെൻഷനും അവാർഡ് ദാനവും കിറ്റ് വിതരണവും കാർഷിക തൊഴിലാളികളെ ആദരിക്കലും നടന്നു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങരി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അംബേദ്കർ ജനപരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി നയിച്ച കാർഷിക വിപ്ലവത്തിന്റെ സമാപ്തി കൺവെൻഷനെ കുറിച്ചുള്ള പഠന സെമിനാറുകൾ, സിംപോസിയങ്ങൾ, അങ്ങനെ തുടങ്ങിയ വിവിധ പരിപാടികൾ. ചടങ്ങിൽ കൌൺസിലർ C സത്യഭാമ കിറ്റ് വിതരണം നടത്തി. ദളിത് സോഷ്യൽ വർക്കർ ജോൺസൺ നെല്ലിക്കുന്ന മുഖ്യപ്രഭാഷണം നടത്തി. VM ചന്ദ്രിക അജേഷ്, കലാശ്രീ കോട്ടയം, അംബിക P സുനിൽ, KM രാജു, TV ബാലൻ പുല്ലാളൂർ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ.
അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പ്രശസ്ത നർത്തകിയായ അശ്വതി ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗുജറാത്തി ഹാളിൽ വിദ്യാർത്ഥികളുടെ ഭരതനാട്യ അരങ്ങേറ്റം സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികളാണ് നടന ചാരുതയാൽ തങ്ങളുടെ കലാവൈഭവം അരങ്ങിൽ അവതരിപ്പിച്ചത്. നൃത്താലയ സ്കൂൾ ഫോർ ഇന്റർ ക്ലാസിക്കൽ ഡാൻസ് മ്യൂസിക് ഡയറക്ടർ കലാമണ്ഡലം സരസ്വതി, കൾച്ചറൽ കൺസൾട്ടന്റ് ആൻഡ് ശ്രീകാന്ത് തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു. ഭാഷാ നയത്തിന് രാഷ്ട്രീയ ഇച്ഛാശക്തി ആവശ്യമാണെന്ന് പ്രൊഫസർ കെ വി തോമസ് പറഞ്ഞു. ശ്രേഷ്ഠ ഭാഷാ ദിനത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ഭാഷാ സമന്വയ വേദിയും സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാഷയുടെ ശക്തി ദൌർബല്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവംബർ 1 ശ്രേഷ്ഠ ഭാഷാ ദിനത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ഭാഷാ സമന്വയ വേദിയും സംയുക്തമായി പ്രഭാഷണവും കവി സമ്മേളനവും സംഘടിപ്പിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ ഭാഷയുടെ ശക്തി ദൌർബല്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ വി തോമസ് സംസാരിച്ചു. ചരിത്രത്തിൽ വളരെ തമാശകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ്. തുർക്കിയുടെ മാതൃഭാഷ ദിനവും നവംബർ 1 ആധുനിക തുർക്കിയുടെ പിതാവായ മുസ്തഫ കമാൽ പാഷ. മഹാകവി ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചതിന്റെ സുവർണ ജൂബിലി വർഷം പ്രമാണിച്ച ജി കവിതകളുടെ ഭാരതീയ സന്ദർഭങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ആർസു സംസാരിച്ചു. തുടർന്ന് ജി കവിതകളുടെ ആലാപനവും നടന്നു. പി കെ ചന്ദ്രൻ, നിസാർ ഒളവണ്ണ, വേലായുധൻ പള്ളിക്കൽ, ഖാദർ പാലായി, ഭവ്യ തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ടൂർണമെന്റുകളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് അർബൻ ബാങ്കിൽ നടന്ന പരിപാടിയിൽ സലീം, മാനാഴി, സജി തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ടൂർണമെന്റുകളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഏരിയ 1 ഡേ ടൂർണമെന്റ്, മലബാർ ചാമ്പ്യൻ, VP ബീരാൻകോയ മെമ്മോറിയൽ 3 ബൈക്ക് ടൂർണമെന്റ്, MKP മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗോൾഡ് മലബാർ ടൂർണമെന്റ്, അഴീക്കൽ വാസു മെമ്മോറിയൽ മലബാർ ടൂർണമെന്റ്, എക്കോയ മെമ്മോറിയൽ മലബാർ നൈറ്റ് ടൂർണമെന്റ്, അഹമ്മദ് കുഞ്ഞി മെമ്മോറിയൽ മലബാർ ടൂർണമെന്റ്, VP അബ്ബാസ് മെമ്മോറിയൽ മലബാർ ടൂർണമെന്റ്, MB ഷൈൻസ് മെമ്മോറിയൽ 1 ഡേ ടൂർണമെന്റ് തുടങ്ങി വിവിധ ടൂർണമെന്റുകളായിരുന്നു നടന്നത്. ഏറ്റവും കൂടുതൽ പ്രാവുകൾ പറത്തിച്ചവർക്കുള്ള സമ്മാനമായ ബൈക്കുകൾ രഘുനാഥ്, മൂസ, ജംഷി തുടങ്ങിയവർക്ക് ലഭിച്ചു. കോഴിക്കോട് അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സലീം, മാനാഴി, സജി തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും ചിത്രകലയിൽ പരിശീലനം നൽകാനൊരുങ്ങുകയാണ് ശങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ്. കോഴിക്കോട്ട് ആരംഭിച്ച ബാച്ചുകളുടെ ഉദ്ഘാടനം ഇൻകം ടാക്സ് ഓഫീസർ BM ജയദേവൻ നിർവഹിച്ചു. ചിത്രകല ശാസ്ത്രീയമായി അഭ്യസിക്കാൻ സുവർണാവസരമൊരുക്കുകയാണ് ശങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വീട്ടമ്മമാർക്കും പ്രത്യേക ബാച്ചുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വാട്ടർ കളർ, ഓയിൽ കളർ, അക്രിലിക് കളർ, ഫാബ്രിക് കളർ, പോസ്റ്റർ കളർ, ഗ്ലാസ് പെയിന്റിംഗ്, നൈഫ് പെയിന്റിംഗ് ടെക്നിക്, കാരിക്കേച്ചർ സ്റ്റഡി തുടങ്ങി 6 മാസത്തെ വ്യത്യസ്ത ക്ലാസുകളാണ് ഇവിടെ ലഭ്യമാകുക. കൂടാതെ ലാൻഡ്സ്കേപ്പ് ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ്, പോർട്രേറ്റ് ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ്, സ്റ്റിൽ ലൈഫ് ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ് തുടങ്ങിയ ഹോബി ക്ലാസുകൾക്കും പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
ശങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ഇൻകം ടാക്സ് ഓഫീസർ BM ജയദേവൻ നിർവഹിച്ചു. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ധനസഹായവും ചടങ്ങിൽ നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മികച്ച പോളിംഗ്, വിജയം സുനിശ്ചിതമെന്ന് ഇടത് വലത് മുന്നണികളും BJPയും. അസുഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമിടയിൽ ലെപ്രസി ആശുപത്രി അന്തേവാസികളും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി. ആസ്വാദകരെ ആനന്ദലഹരിയിൽ ആറാടിച്ച് രസവികൽപ്പ നൃത്തോത്സവത്തിന് കോഴിക്കോട്ട് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one only television across your district. Log on www.jillavartagal.com. Independent, impartial, indivisible, straight to the public. Jilla Vartagal, the one and only television news across your district. Log on www.jillavartagal.com.